കേരളത്തിലെ മികച്ച ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും തിരഞ്ഞെടുക്കുന്ന മനോരമ ഓൺലൈൻ ഗോൾഡൻ ഗ്ലോ എക്സലൻസ് അവാർഡ് 2026 നമുക്കാണ് കിട്ടിയത്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ ബീഫ് റിബ്സ് വിത്ത് ബിരിയാണി റൈസാണ്. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് റിബ്സാണത്. പാന് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഇടുന്നത് ബട്ടറാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ ഗാർലിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗാർലിക്ക് ഇതൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ സോട്ട് ചെയ്യുക. ഇതിലേക്ക് അടുത്തായിട്ട് നമ്മൾ ചില്ലി ഫ്ലെക്സ് 1 സ്പൂൺ ഇടുക. അതുമൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. ബേസിലിട്ട് കൊടുക്കുന്നു. ഒറിഗാനോ, പെപ്പർ പൗഡർ 1 സ്പൂൺ. ഇതൊന്ന് ജസ്റ്റ് കരിയാതിരിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തു. അതിലേക്ക് അടുത്തായിട്ട് നമ്മൾ കുറച്ച് സോസുകളാണ് ഒഴിക്കുന്നത്. ഓയിസ്റ്റർ സോസ് 1 ടീസ്പൂൺ, 1 സ്പൂണ് ടൊമാറ്റോ സോസ്, 1/2 സ്പൂൺ സോയ സോസ്, കുറച്ച് സോൾട്ട്, ഇതിലേക്കൊരു 2 സ്പൂൺ ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ റിബ്സ് നമ്മളൊരു കുക്കറിൽ ഒരു 8 വിസിൽ അടിച്ചിട്ടുള്ള റിബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ റിബ്സിനെ ഇതിൽ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതൊക്കെ അവസാനമായിട്ട് നമ്മൾ ബാക്കിയുള്ള ഫ്രഷ് ക്രീം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാകാനായിട്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ തീമെന്ന് പറയുന്നത് 1947 ആ ഒരു തീമാണ്. 1947 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഇനി ഇവിടെ നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പീരങ്കി, പിന്നെ ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രങ്ങൾ മൊത്തവും നമ്മുടെ റെസ്റ്റോറൻറ്റ്സിനകത്തുണ്ട്. അതിവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഇനി വരാനിരിക്കുന്നവർക്കും അത് കാണാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഈ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈ ബീഫ് റിബ്സ് വിത്ത് ബിരിയാണി റൈസ് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഇവിടെ. ഇത് കഴിക്കാൻ വേണ്ടി കഴിച്ചവർ വീണ്ടും കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. അത് വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റിബ്സ് റെഡിയായി. മീഡിയം സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ബീഫ് റിബ്സ്. ഇതിനിവിടെ നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ ബോയിൽഡ് വെജിറ്റബിൾസ്, ബിരിയാണി റൈസ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അക്കമ്പനിമെൻറ്റ്സാണ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ബട്ടർ സോട്ട് ചെയ്തിട്ട് കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് അതിലേക്ക് സൈഡിലേക്ക് വെക്കുകയാണ്. പാന് ചൂടായി കഴിയുമ്പോൾ ബട്ടർ അതിലേക്ക് ബട്ടർ ചൂടായി. അതിനുശേഷം നമ്മൾ ഓയിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇത് സോട്ട് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട്, കുറച്ച് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ,
നമ്മുടെ ബോളിൽ വെച്ചുള്ള ബട്ടറിൽ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ബീഫ് റിബ്സിൻ്റെ സൈഡിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് അതിൻ്റെ ഒരു മറു സൈഡിലേക്ക് വയ്ക്കുന്നു. ഇതിലേക്ക് അടുത്ത ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഗാർണിഷാണ്. നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ ബീഫ് റിബ്സ് വിത്ത് ബിരിയാണി റൈസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.